മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ, മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ ആര്യ, ഒപ്പം കണ്ടാലറിയാവുന്ന ഒരു യുവാവടക്കം 5 പേർക്കെതിരെ കേസെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിനിമോളസ് രാജേന്ദ്രനാണ് കണ്ടോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അന്യായമായി തടഞ്ഞുവെച്ചു, ബസിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞു, തെളിവ് നശിപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുക, മേയറുടെയും കൂട്ടരുടെയും അതിക്രമങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരന്റെ മൊബൈലിൽ നിന്നും ദൃശ്യങ്ങൾ MLA ഭീഷണിപ്പെടുത്തി നീക്കം ചെയ്തത് വീണ്ടെടുക്കുക, മേയറുടെ സ്വകാര്യ വാഹനം പിടിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും യദു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഹൈക്കോടതി അഭിഭാഷകന്റെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കോടതി ഉത്തരവിന് പിന്നാലെ ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി. ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറെ അനുകൂലിക്കുന്ന പ്രമേയം പാസാക്കിയത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ നിലപാടെടുത്തു. എന്നാൽ അങ്ങനെ ഒരു പ്രമേയമില്ലെന്ന് മേയർ വ്യക്തമാക്കി. മേയറുടെ നടപടിക്രമങ്ങൾ, നടുറോഡിലുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു പാവപ്പെട്ട ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രമേയം ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പ്രമേയം ഇവിടെ പാസ്സായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് കഴിയുമോ? തർക്കത്തിനൊടുവിൽ BJP അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. UDF അംഗങ്ങളും LDF അംഗങ്ങളും തമ്മിലും ബഹളമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.